ഈ പ്രതിമകളുടെ എല്ലാം, ഈ കൊത്തുപണി ചെയ്ത പ്രതിമകളുടെ എല്ലാം മൂക്ക് ഛേദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മൂക്കില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ രാജാക്കന്മാരുടെ എതിർ രാജാക്കന്മാരുണ്ട്. അതായത് പരാന്തക രാജാക്കന്മാർക്ക് എതിരായിട്ട് വരുന്ന രാജാക്കന്മാര് ഈ ക്ഷേത്രത്തിന്റെ ഈ ശോഭ നഷ്ടപ്പെടുത്താൻ വേണ്ടി മൂക്ക് ഛേദിച്ചു കളയും. അങ്ങനെയായിരുന്നു. അന്നത്തെ രാജാക്കന്മാരുടെ രൂപങ്ങളാണ്, ഈ പ്രതിമകളാണ് കുത്തിവെച്ചിരിക്കുന്നത്. കണ്ടോ, ഓരോ മുദ്രകളും കാണിച്ചിട്ടുണ്ട്. ഓരോ ഇരിപ്പും മുദ്രകളും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊക്കെ അന്നത്തെ കാലത്തെ ശകലം അവർക്ക് ജൈന വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ സന്യാസിമാരുടെ പ്രതിമകളും ഇതിലൂടെ കൊത്തിവെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അന്നത്തെ രാജാക്കന്മാര് ഈ വിശ്വാസത്തിൽ ചേർന്ന് പോയിക്കൊണ്ടിരുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പാണ്ഡ്യ, ചോള, ചേര അവരെല്ലാം പരാന്തക ആ വംശത്തിൽപ്പെട്ടവരെല്ലാം ജൈനന്മാരുടെ വിശ്വാസങ്ങളെ അന്വയിപ്പിച്ചു പോയിക്കൊണ്ടിരുന്നവരാണ്. നമുക്ക് ഈ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ, ഈ പ്രതിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം വളരെ നല്ല വൃത്തിയായിട്ടാണ് അവരതെല്ലാം കുത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ വ്യാലി. ഇത് ഇപ്പോഴും വെസ്റ്റേൺ ഘട്ടിലെ ആ മലമുകളിലും ആ വനങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത് ഈ വ്യാലി. എന്ത് ഭംഗിയാണല്ലേ ആ ചെറിയ പൂക്കളും ആ മാലകളും ഒക്കെ കൊത്തിയിരിക്കുന്നത്. അതിലെ ഓരോ മുത്തും നമുക്ക് വ്യത്യസ്തമാനമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വെവ്വേറെ തിരിച്ചുള്ള കൊത്തുപണികളാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, പൂക്കളുടെയൊക്കെ എതളുകളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടോ. കല്ലേൽ പൂക്കളുടെ എതളുകൾ അന്നത്തെ കാലത്തെ മിതമായ രീതിയിലുള്ള ഉപയോഗിച്ച് കൊത്തുപണികളിലൂടെ എത്രയും മനോഹരമാക്കിയതിൽ ഒന്നും പറയാനില്ല. അന്നത്തെ കലാകാരന്മാരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഈ വലിയ പാറ പൊട്ടിച്ച് ഇത്രയും വലിയ ക്ഷേത്രം നിർമ്മിച്ചതിൽ എന്ത് ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ എന്താ പറയുക, വളരെ ദൃഢതയേറിയ ഈ പാറകളാണിത്. ഈ പാറകളിൽ നിന്നാണ് പൊട്ടിച്ച് കൊത്തിയാണ് ഇതുപോലുള്ള ഓരോരോ പ്രതിമകളും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് വളരെ അത്ഭുതമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇത് തീർന്നിട്ടില്ല. ഇതിന്റെ 4 സൈഡും ഇങ്ങനെ തന്നെയാണ് പ്രതിമകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്, കൊത്തുപണികൾ കൊണ്ട്. ഓരോ കൊത്തുപണികളിലും ഓരോരോ കൗതുകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ത്രീയുടെ രൂപമാണെങ്കിൽ അതിന് താഴെ വ്യാളി അതുപോലുള്ള ജീവികളുടെ കൊത്തുപണികൾ അടങ്ങിയിരിക്കുന്നതാണ്. ഇനി പുരുഷന്റെ ആണെങ്കിൽ തന്നെ അത് വേറെ രീതിയിൽ, അത് കാലുകളും അതിന്റെ കൊത്തുപണികളും ഒക്കെ, കാല് വെച്ചിരിക്കുന്ന ആ പൊസിഷനും കൊത്തുപണികളും ഒക്കെ വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ നമുക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും വ്യത്യസ്തമായിട്ടുള്ള ഓരോ പൊസിഷനിലും അവരുടെ ഇരിപ്പ് വശങ്ങൾ വ്യത്യസ്തമാക്കിക്കൊണ്ട് തന്നെ ഇതില് കൊത്തുപണികളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒറ്റക്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രം. ഇതാണ് ഗൈസ് യാലി. ഇതിപ്പോഴും വെസ്റ്റേൺ ഗട്ട്സിന്റെ എന്താ പറയുക, ആ വനത്തിലുണ്ടെന്നാണ് ഇപ്പോഴും ഇവിടെയുള്ളവരെല്ലാം വിശ്വസിക്കുന്നത്. കണ്ടോ, യാലിയെ കണ്ടോ. യാലിയെ എത്ര മനോഹരമായിട്ടാണ് കൊത്തുപണികളിലൂടെ ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം യാലിയാണ്. പാണ്ഡ്യ, ചോള, ചേര, പരാന്തക ആ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ ദൈവങ്ങളുടെ കൊത്തുപണികളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് ദൈവമാണെന്നൊന്നും എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ജൈനനോ അല്ലെങ്കിൽ ബുദ്ധനോ അങ്ങനെ എന്തെങ്കിലും ഒരു അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നുള്ളൂ. അവരുമായിട്ട് ബന്ധമുള്ള എന്തോ ഒരു ദൈവമാണ് ഈ കൊത്തിവെച്ചിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പാണ്ഡ്യനും പരാന്തകനും ആ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഈ വലിയൊരു കൂറ്റൻ പാറ കൊത്തുപണികളിലൂടെ ഇത്രയും പ്രതിമകൾ സൃഷ്ടിച്ചുകൊണ്ട് അവര് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് നമ്മുടെ കഴുകുമലയിലുള്ള വേട്ടുവൻ കോവിൽ. അപ്പം അതിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. കോവിലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം പ്രതിമകൾ നമുക്ക് കാണാൻ പറ്റും. അതിലെ ഭൂരിപക്ഷം പ്രതിമകളും ശരിക്കും പറഞ്ഞാൽ അന്നത്തെ രാജാക്കന്മാരുടെ വിശ്വാസം അനുസരിച്ചുള്ള ദൈവങ്ങളെയാണ് അവര് ഇതിലെ കൊത്തുപണികളിലൂടെ നിർമ്മിച്ചിരുന്നത്.
ക്ഷേത്രത്തിന്റെ അകത്ത് ഉള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിനായകന്റെ പ്രതിഷ്ഠയാണുള്ളത്. അവിടെ ആരാധനകളൊക്കെ നടക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും പൂജകളൊക്കെ നടക്കുന്നുണ്ട്.